ഹലോ, ഇന്നൊരു സിമ്പിൾ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. കാണുമ്പോൾ നമുക്ക് കുറച്ച് ടഫാന്ന് തോന്നുമെങ്കിലും ഇത് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. ഇപ്പോൾ ഞാനിത് കുറേ ദിവസം മുന്നേ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ കുറേ തിരക്കുകളും കൊണ്ടൊന്നും നടന്നില്ല. എൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങി, അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊരു പ്ലെയിൻ സാരിയാണ് കേട്ടോ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, ഷിഫോണിൻ്റെ തുണിയാണ്. അപ്പോൾ ഇതിൽ വേറെ വർക്കൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഡിസൈനർ സാരി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അറ്റത്ത് കൂടെ സരി ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു ലെയർ ഞാൻ തുന്നിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മുടെ ബീഡ്സ് യൂസ് ചെയ്തിട്ട് തുന്നുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അറ്റത്ത് കൂടെ ഈ കാണുന്ന പോലെ നമ്മുടെ ബീഡ്സ് ഒന്ന് തുന്നിക്കൊടുക്കുക കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കാണണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാതും മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മതി. സത്യം പറഞ്ഞാൽ ഈ ആരി വർക്കിൽ അത്രയൊന്നും പഠിക്കാനില്ല. നമുക്ക് ബേസിക് ആയിട്ടൊരു സ്റ്റിച്ച് അറിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും ഒന്ന് പോയി ചെയ്യുക. പിന്നെ ഈ റിങ്ങിൻ്റെ അടിഭാഗത്ത് എന്താ ചെയ്യാമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഞങ്ങൾ തുന്നി പോവുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത ഭാഗം കണ്ടില്ലേ, അതൊരു സാരീൻ്റെ അറ്റം മറ്റേ അറ്റത്തിനോട് കൂട്ടി യോജിപ്പിച്ച് തുന്നിയിട്ടാണ് ഈ ഫ്രെയിമിലിട്ടുള്ളത്. കാരണം വേറെ തുണി നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മളൊരു ചെയ്യാത്തതുണ്ടാവും. ഞാനത് സാരീൻ്റെ 2.5 മീറ്ററാണ് ചെയ്യുന്നത്. ഫുൾ സാരി ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്യാത്തൊരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഭാഗം രണ്ടും കൂടെ പാതിയായി മടക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു തുന്നൽ കണ്ടില്ലേ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലെയറിൻ്റെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു വളഞ്ഞ ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇവിടെ എൻഡ് നോട്ടിട്ട് നിർത്തുകയാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ തൊട്ടടുത്ത വർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് നമ്മൾ താഴേക്ക് പോകേണ്ടത് കേട്ടോ. നമ്മൾ പിന്നെ അടിയിൽ നിന്നല്ല വർക്ക് ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് നമ്മൾ താഴേക്ക് പോകേണ്ടത്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടിയിലുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നിയതിന് ശേഷം കേട്ടോ ജസ്റ്റ് ഒന്ന് അവിടുന്ന് തുടങ്ങുന്നത്. വേറെ എൻഡിനോട്ടൊന്നും ഇട്ട് നമ്മൾ തുടങ്ങുന്നില്ല. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നി എന്നിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വളവ് തുന്നി പോവുക. അങ്ങനെ നമ്മൾ താഴെ വരെ തുന്നാം കേട്ടോ. അത്രയും ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വളഞ്ഞ ഡിസൈൻ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ചെയ്തതിന് ശേഷം ഈ ഒരു നടുക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. അതിന് നമ്മൾ സ്വീക്വൻസും കട്ട് ബീഡും യൂസ് ചെയ്തിട്ടാട്ടോ ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. 3 കട്ട് ബീഡ്സും അതേപോലെ തന്നെ സ്വീക്വൻസും 3 അല്ല 4 ആണ്. അപ്പോൾ ഫസ്റ്റ് ഒരു സ്വീക്വൻസ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നടുക്കുന്ന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം പതുക്കെ നമ്മളിതാ ഒന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മുടെ 4 കട്ട് ബീഡും നമ്മുടെ സ്വീക്വൻസും അതിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ. അവിടെ തുന്നി കൊടുക്കുമ്പോൾ ഞാൻ 3 കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, 3 ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്നാലും എൻ്റെ കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുള്ളൂ. ഇടയ്ക്ക് ഞാൻ 2 സ്റ്റിച്ചൊക്കെ അതേപോലെ ഇട്ട് കൊടുക്കും, പക്ഷേ നേരെ വൃത്തിക്ക് ഇടയ്ക്ക് നിൽക്കില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ 3 സ്റ്റിച്ചൊക്കെ അങ്ങനെ ഒന്ന് കൊടുന്ന് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതേപോലെ ചെയ്താൽ മതി. അതേപോലെ 2 ഓപ്പോസിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കുരിശ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന ആ സ്ഥലത്താട്ടോ നമ്മൾ നെക്സ്റ്റ് ഓരോരോ ഇതളുകളും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിക്ക് നിന്നോളും ചെയ്യും. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഡിസൈൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള ആ ലാസ്റ്റുള്ള ആ ഒരു ഇതളിൽ നമ്മുടെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാനുള്ള. അങ്ങനെ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം
അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ലീഫിൻ്റെ ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പൂവ് ചെയ്ത് കൊടുക്കുന്നത് നേരെ മുകളിലേക്ക് അങ്ങോട്ട് പോകാം. പിന്നെ അവിടെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അടുത്ത ഇതേപോലെയുള്ള വർക്കുകളും ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മുകളിൽ നിന്ന് തന്നെ ആ ഒരു വളഞ്ഞ ഡിസൈൻ ചെയ്ത് വരാമെന്ന്. കാരണം ഇവിടെ നിന്ന് നമ്മൾ പൂവ് അടിയിൽ നിന്ന് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ലീഫ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ തന്നെ എത്തും. തുടങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തും. ഫസ്റ്റ് 3 കട്ട് ബീഡ്സ് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ എന്താ പറയുക ബ്രാഞ്ചസ് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മളിതാ ഇതേപോലെ നമ്മുടെ പിന്നെ ഒരുമിച്ച് നമ്മൾ 3 എണ്ണം വെക്കോട്ട് ചെയ്യുന്ന ലീഫിന്. ആദ്യം ഒരുമിച്ച് 3 എണ്ണം വെച്ചു. എന്നിട്ടിതാ ഇങ്ങനെ പിന്നെ നമ്മളിതാ 3 എണ്ണം സെറ്റായിട്ട് പിന്നെ അതേപോലെ ചെയ്യുന്നു. അവിടെ നമ്മൾ 2 വട്ടം ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ അതിൻ്റെ തൊട്ടിപ്പുറത്തെ മുത്തിക്ക് പോന്നിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ തൊട്ട് താഴത്തെ മുത്തിക്ക് തന്നെ പോവരുത്. നമ്മുടെ രണ്ടാമത്തെ മുത്തിൻ്റെ ആ ഒരു സൈഡിൽ വേണം കൊടുന്ന് നമ്മൾ സ്റ്റിച്ചിട്ട് നിർത്താൻ. നമുക്ക് ഇതേപോലെ തന്നെ നെക്സ്റ്റ് ലെയറും വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ലീഫിൻ്റെ ഡിസൈൻ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ലീഫ് ചെയ്യുക. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ വന്നോളും. എന്നിട്ട് ഇതേപോലെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി ഇപ്പം നമുക്ക് ആകെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതേപോലെ എല്ലാ ലീഫും ഇതേപോലെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഏകദേശം എല്ലാ ഡിസൈനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മളിതിൽ എല്ലാ ഭാഗത്തും ചെയ്തിട്ടുള്ളത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് ആർക്കും ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്ന് ഇപ്പം നിങ്ങൾക്കിത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമുക്കിത് ആദ്യം കാണുമ്പോൾ വിചാരിക്കുമ്പോൾ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ഒന്ന് പരിശ്രമിച്ചാൽ ചെയ്തെടുക്കാവുന്നുള്ളൂ. എന്തും നമുക്ക് പഠിച്ചു കഴിയുന്തോറും നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് മാറും. അപ്പോൾ ഒന്ന് ശ്രമിച്ചാൽ മതി, നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഇതേപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും. എനിക്കിപ്പോൾ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ ഇത്രയും വൈകിയത്. ഞാൻ ഇതിന് മുന്നേ ഇടണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലീഫിൻ്റെ ഡിസൈൻ ഏകദേശം രണ്ടാമത്തെ ഡിസൈൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം 3 മുത്ത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ബ്രാഞ്ചസ് ഉണ്ടാക്കിയിട്ട് അതിന് ശേഷമാണ് നമ്മുടെ ഒരുമിച്ച് നമ്മുടെ മുത്തുകളൊക്കെ ലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ലീവ്സ് ഉണ്ടാകും. ഇതേപോലെ നമ്മുടെ വളഞ്ഞ ഡിസൈൻ്റെ ഓരോരോ കുഴിയിലും നമ്മൾ ഓരോരോ ഇലകൾ ഇങ്ങനെ പിടിപ്പിക്കുക കേട്ടോ. നമ്മൾ കൂടുതലായിട്ടൊന്നും ഡെക്കറേഷൻ ചെയ്യുന്നില്ല. കാരണം എനിക്കിത് പെട്ടെന്ന് കഴിയണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാനിത് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ സാരീൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാരീൻ്റെ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലയെന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അടിഭാഗവും നമ്മുടെ ഈ അരികൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉടുത്തിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതേപോലെയുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.